ഹലോ എവ്രി വൺ, ഐസ് ആൻഡ് ഹോൾട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വരുന്നതെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് തന്നെ, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ സംസാരിച്ചുള്ളൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ മേക്കപ്പ് ഇടുന്നു എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ചില ഷോർട്സിലൊക്കെ കണ്ടിട്ടുള്ളവർ എൻ്റെ ഫേസ് കണ്ട വലിയ മേക്കപ്പ് ഒന്നും ഇല്ലാത്ത പോലെ തോന്നുള്ളൂ. സംഭവം വലിയ മേക്കപ്പ് ഒന്നും അല്ല, പക്ഷേ ഞാൻ എന്താണ് ഫേസിൽ ഇടുന്നതെന്ന് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം അത്ര ക്ലിയർ അല്ല അല്ലേ. ഒരുപാട് ഡാർക്ക് സ്പോട്ട് ഉണ്ട്, പിമ്പിൾസ് ഉണ്ട്, അങ്ങനെ പല സംഭവങ്ങളും ഉള്ള ഫേസാണ്. അപ്പം എനിക്ക് തോന്നുന്നു +2 +1 ആ സമയം തൊട്ടാണ് എൻ്റെ ഫേസിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയത്. ശരിക്കും 10th വരെ എൻ്റെ ഫേസ് നല്ല ക്ലിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ മിഠായി അല്ലെങ്കിൽ ഐസ്ക്രീം ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി അതുകൊണ്ടായിരിക്കും ഇത് വരുന്നത്. കുറച്ചുകൂടി എൻ്റെ ഫേസ് ഇടയ്ക്ക് ഓയിലി ആവും, ഡ്രൈ ആവും. അപ്പം അങ്ങനെ ഞാൻ ഈയിടെ കണ്ടുപിടിച്ചാണ് എൻ്റെ ഫേസ് ഒരു കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നാണെന്ന്. ഓക്കെ, ഞാനിപ്പോൾ കുറേ പ്രോഡക്റ്റ്സൊക്കെ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും വലിയ ഫലമൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ എൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല. അപ്പം അതുകൊണ്ടായിരിക്കും എൻ്റെ ഫേസ് ഇപ്പോഴും ഇങ്ങനെ ശരിയാവാതിരിക്കുന്നത്. പിന്നെ ഓക്കെ എന്ന് പറയാം, അങ്ങനെയാണ് ഇപ്പോൾ ഫേസ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറച്ച് നെർവസാണ് സംസാരിക്കുമ്പോൾ, കാരണം ഞാനിങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ ഞാൻ ഭയങ്കര ഷൈയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെല്ലാ മേക്കപ്പ് ട്യൂട്ടോറിയൽസിലും കാണുന്നതാണ് ഫസ്റ്റ് നമ്മൾ സ്കിൻ പ്രിപ്പറേഷൻ ആണെന്നുള്ളത്. അപ്പോൾ ശരിക്കും ഞാനിത് ബാക്കി വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ പഠിച്ചിട്ടാട്ടോ ഞാനും ഈ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം ഏതിൻ്റെ ആയിരുന്നു, ഞാൻ ആ ഫേസ് വാഷിൻ്റെ പേര് മറന്നുപോയി. ഒരു നല്ലൊരു ബ്രാൻഡാണ്, കെമിസ്റ്റ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ഓക്കെ, ഞാൻ ഓർക്കുമ്പോൾ പറയാം, അല്ലെ ഇവിടെ എഴുതി കാണിക്കാം. അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ കവറിൽ കണ്ടാണ് നമ്മൾ ഫേസിൽ എങ്ങനെയൊക്കെയാണ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഫേസ് വാഷ്, സെറം ഇതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ കാര്യത്തിലോട്ട് വരാം. ഞാൻ അതിലോട്ട് പറയുന്നില്ല, ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പറയുന്നു. ഓക്കെ, അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഫേസ് വാഷാണ് അല്ലേ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്. ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു ക്ലെൻസർ അപ്ലൈ ചെയ്ത് മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് ഇതാണ് സെറം. ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് തെറ്റിപ്പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. തെറ്റാണെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ അതിലങ്ങനെയാണ് കണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സെറമാണ്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിഷ് കെയറിൻ്റെ പ്രോഡക്റ്റ് മിക്കവരും യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഈ കുറേ പ്രോഡക്റ്റ്സൊക്കെ യൂസ് ചെയ്ത് എനിക്ക് മനസ്സിലായത് എൻ്റെ ഫേസിൽ കുറച്ച് മൈൽഡായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് നല്ലത്. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ വിഷ് കെയറിൻ്റെ ഈ സൺസ്ക്രീനാണ് വാങ്ങുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പെയ്ഡ് പ്രൊമോഷൻസൊക്കെ കാണിക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, അങ്ങനെ ആരും ഇതുവരെയും ചോദിച്ച് വന്നിട്ടുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് വിഷ് കെയറിൻ്റെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. സാധാരണ സൺസ്ക്രീൻ നമുക്കറിയാം ചിലതിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ടൊക്കെ നമ്മുടെ സ്കിൻ തോന്നും. ഇപ്പം നേരത്തെ ഞാൻ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചായിരുന്നു. അതാണെങ്കിൽ ഈ കൂടുതൽ സ്പോർട്സൊക്കെ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീനാണ്. പക്ഷെ അത് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഓയിലി ആയിട്ട് ഭയങ്കര ഗ്രീസി ആയിട്ടൊക്കെ തോന്നി. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നും ഇല്ല എന്നാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നി. പിന്നെ ഞാൻ ബാക്ക് ടു ഇതിലോട്ട് തന്നെ വന്നു. ഇത് നല്ല അടിപൊളിയാണ്, ഇത് യൂസ് ചെയ്തവർക്ക് അറിയാം അല്ലേ. ഇതിട്ട് കഴിഞ്ഞാൽ പോലും അറിയൂല. നമ്മൾ ഈ സൺസ്ക്രീൻ ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയുണ്ട്. ഈ സൺസ്ക്രീൻ നമ്മൾ എടുക്കുമ്പോൾ ഭയങ്കര ലോഷൻ പോലെയൊക്കെ ഇരിക്കും. അതുപോലത്തെ നല്ല സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് രാത്രി ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നേരെ സൺസ്ക്രീനിലോട്ട് പോയത്. അപ്പോൾ നമ്മൾ രാവിലെ ആണെങ്കിൽ സെറം അപ്ലൈ ചെയ്യുക, പിന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഈ സെറവും
ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി. ഇത് ഞാൻ ഈയിടെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഈ പോൺസിൻ്റെ. ഇതൊരു ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. കോമ്പിനേഷൻ സ്കിന്നും കൂടി ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. വെറുതെ ഇതൊക്കെ മുഖത്തിടും, മുഖം എന്താണ് മറ്റേ ഗ്ലാസ് സ്കിൻ പോലെ, മറ്റേ കൊറിയൻസിൻ്റെ സ്കിൻ പോലെയൊക്കെ ആവുന്നൊക്കെ വിചാരിച്ചാണ് ഇതൊക്കെ ഇടുന്നത്. പക്ഷേ എന്ത് പറയാൻ, ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്കപ്പോൾ മേക്കപ്പിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ ഇതൊക്കെ ഇട്ടു കേട്ടോ, ഈ സെറം അതുപോലെ മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ മേക്കപ്പിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടെയാണ് കണ്ണാടി ഉള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ട് പൊസിഷൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇടുന്ന ഈ മേക്കപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. കാരണം എനിക്ക് തോന്നുന്നു മിക്ക വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല അടുത്ത് ക്യാമറ കൊണ്ട് വെച്ചാലേ നമ്മളിടുന്ന മേക്കപ്പ് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ വീഡിയോയിൽ അങ്ങനല്ല. എന്നോടൊന്ന് ക്ഷമിക്കുക. ഞാൻ ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് വന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഞാനൊരു ദിവസം പോയി ഈ മറ്റേ ഷുഗറില്ലേ, അവിടെ പോയിട്ട് ഞാൻ ഇത് ഫൗണ്ടേഷൻ വാങ്ങിച്ചു. പിന്നെ ഒരു പൗഡർ, ഓക്കെ, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇത് ഞാൻ ഒരു ദിവസം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഓക്കെ, ഇത് ഞാൻ അടുത്തിങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ, ഓക്കെ, ഇത് നല്ലതാട്ടോ ഈ ഫൗണ്ടേഷൻ. ശരിക്കും ഇത് വാങ്ങിച്ചിട്ട് ഞാൻ കുറേ നാൾ വെറുതെ ഇങ്ങനെ യൂസ് ചെയ്യാതിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്, എന്തിനാ ഇത് വാങ്ങിച്ചിങ്ങനെ വെറുതെ വെച്ചേക്കുന്നത്, ഒന്നെടുത്ത് യൂസ് ചെയ്യാൻ പാടില്ലേ. ഞാൻ ഒരു ദിവസം യൂസ് ചെയ്തു കേട്ടോ. നിങ്ങളത് കാണരുത്, കാരണം ഞാൻ ഭയങ്കര ഓവറാക്കി ഇട്ടിട്ട് എൻ്റെ ഫേസ് പുറത്തോട്ട് കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഓക്കെ, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് ഇട്ടാൽ മതി, ജസ്റ്റ് മുഖം ഒന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പം ഞാൻ ഈ സംഭവം ഇത് കണ്ടോ, ഇത് എന്താണ് കളർ കറക്റ്ററാണ്. ഇതിൻ്റെ അകത്ത് കൺസീൽ, കറക്റ്റ്, കോൺടോർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കോൺടോർ എനിക്ക് ഇതൊക്കെ എവിടെ ഇടേണ്ടത് ഇതൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഇപ്പോൾ ഒരു റിയൽ മേക്കപ്പ് ഇത് വരുമ്പോൾ അതിൽ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇടുമല്ലോ, അതൊക്കെ എങ്ങനെ ഇടണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ പിന്നെ നല്ല ജോ ലൈനൊക്കെ കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ ഇങ്ങനെ അപ്ലൈ ചെയ്യും. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്നും എനിക്ക് വലിയ പിടിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ചെറിയ മേക്കപ്പ്, ഇപ്പം എന്താ ഫോർ എക്സാമ്പിൾ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ പൗഡർ ഇടുമല്ലോ, അതുപോലത്തെ ഒരു സംഭവമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പക്ഷേ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ മേക്കപ്പ് ഇടുമ്പോൾ യൂസ് ചെയ്യാത്തൊരു സാധനം കൂടി ഇപ്പോൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കളർ കറക്റ്റർ. അപ്പോൾ ഇതും കൂടി യൂസ് ചെയ്യുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് കാണാൻ രസം ഉണ്ടായിരുന്നു ഇത് മാത്രം ഇടുമ്പോൾ തന്നെ. അപ്പോൾ ഇതും കൂടി ഇടുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, മിക്കവാറും ഇതൊരു ഫ്ലോപ്പ് മേക്കപ്പ് വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു മേക്കപ്പ് ഇടുമ്പോൾ നമ്മുടെ മുടി ആദ്യം കെട്ടി വെക്കണം. അപ്പോൾ കണ്ണാടിയിൽ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ മുടി ഞാൻ കെട്ടി വെക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പിന്നെ ഇത് ബ്ലഷ് അതോ സ്പോഞ്ച്, ഐ എം സോറി, ബ്ലഷ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. ഓ ഗോഡ്, എനിക്ക് ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലേ എന്നുള്ള ഡയലോഗാണ് എനിക്കിത് ഓർമ്മ വരുന്നത്. ഓക്കെ, ഇത് അപ്പോൾ ഈ സംഭവം വെച്ച് ഇതിൻ്റെ പേര് ഫൗണ്ടേഷൻ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, ഇത് പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, പ്രൈമർ. ഇതും ഒരു നല്ല സാധനമാണ്. നമ്മുടെ മുഖത്തെ പോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ അത് ക്ലോസ് ആയി പൊക്കോളും. അപ്പോൾ നമുക്ക് ഈ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നല്ല ഫ്ലോലെസ് സ്കിൻ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ കുഴിയിലോട്ടൊന്നും ഫൗണ്ടേഷൻ പോവില്ല, കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും നമ്മുടെ സ്കിൻ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സംഭവം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താണ് ഇടേണ്ടത്? നമുക്ക് ഫസ്റ്റ് പ്രൈമറാണ് ഇടേണ്ടത്. അപ്പോൾ ഇത് ഒന്ന് അപ്ലൈ ചെയ്യാം.
ഇതൊരു ട്രോള് വല്ല ആവുമോയെന്ന് എൻ്റെ പേടി. അങ്ങനെയൊന്നും ഇതാരെങ്കിലും കാണുമോ അതാണ്. അപ്പോൾ ഇതിടുമ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും നമ്മൾക്ക് വിസിബിൾ അല്ല, പക്ഷെ നമുക്ക് തൊടുമ്പോൾ ഫീൽ ചെയ്യും, ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും സ്കിൻ. ഓക്കെ, അപ്പോൾ എൻ്റെ മുഖത്ത് അടുത്ത് വന്നാൽ കാണാൻ ഒരുപാട് പാടുകളുണ്ട്. ഈ പാടുകളൊന്നും മറച്ചുകൊണ്ടുള്ള മേക്കപ്പ് ഒന്നും അല്ല കേട്ടോ, കാണുമ്പോൾ കുറച്ച് ഓക്കെ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിട്ടു, പ്രൈമർ ഇട്ടു. ഇനി അടുത്തത് നമ്മുടെ കളർ കറക്റ്റർ ഇതാണ്. അപ്പോൾ ഞാൻ ഈ സംഭവം ഇടാറുമില്ല, പക്ഷേ എൻ്റെ മുഖത്ത് ശരിക്കും പറഞ്ഞാൽ ഇതും ഫുള്ള് ഫൗണ്ടേഷൻ പോലെ ഇടേണ്ട അവസ്ഥയാണ്, കാരണം ഫുള്ള് ബ്ലാക്ക് സ്പോട്ടാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ സ്പോട്ട് മറയ്ക്കാൻ വേണ്ടി ഞാനിങ്ങനെ ആമസോണിലാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിലിങ്ങനെ കണ്ടാണ്, അതിലും കണ്ടു. പിന്നെ ഒരു വീഡിയോ പണ്ട് ഞാൻ ശരിക്കും പറഞ്ഞത് ഞാൻ പണ്ടാണ് റെഫർ ചെയ്തത്. അപ്പോൾ ഇപ്പം എൻ്റെ പല ഓർമ്മകളിലും ഇങ്ങനെ വരികയാണ് ഇങ്ങനെയൊക്കെയാണ് ഇത് ഇടേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഓർമ്മയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ച് കളർ കണ്ടോ, ഇത് ഈ ബ്ലാക്ക് സ്പോട്ടിൽ ഇട്ടിട്ട് ഈ ഓറഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് സ്പോട്ട് പോകുമെന്നാണ് പറയുന്നത്. നോക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ബ്രൗൺ അല്ലെങ്കിൽ ഈ ഷെയ്ഡ് വല്ലതും ഇടും, നോക്കട്ടെ. ഓക്കെ, ഈശ്വര. ഇപ്പോൾ എൻ്റെ ഈ ഇവിടെ കണ്ടു, ഇവിടെ ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്, അത് മറയ്ക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ കണ്ടോ ഒരു ഓറഞ്ച് ഷെയ്ഡ്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാൻ, നമ്മുടെ സ്കിന്നിൻ്റെ അതേ കളറിലോട്ട് എത്തിക്കാൻ ഇതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഇതിടാൻ പോന്നു, ഈ കളറ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പരീക്ഷണം കേട്ടോ ശരിക്കും ഇത്. സക്സസ് എന്ന് അതുപോലെ ഉണ്ട്. ഓക്കെ, നോക്ക്. പക്ഷെ ഡാർക്ക് സ്പോട്ട് ശരിക്കും അങ്ങനെ പോയില്ലെങ്കിലും കുറച്ചൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഈ ഓറഞ്ച് കളറിൻ്റെ മുകളിൽ ഈ കളർ ഇട്ടപ്പോൾ എൻ്റെ അതേ സ്കിൻ കളർ തന്നെയായി. ഇനി ഫൗണ്ടേഷനും കൂടി വരുമ്പോൾ ഓക്കെ ആയിരിക്കും, നോക്കാം. ശരിക്കും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതില്ലാതെ തന്നെ എൻ്റെ മുഖത്ത് ഇട്ട് കഴിയുമ്പോൾ അത്യാവശ്യം ഓക്കെയാണ്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഓക്കെ ഇച്ചിരി മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ തോന്നും. പിന്നെ ഞാൻ വെറുതെ കാണിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇത് കൊളാവും, നോക്കാം. ഈ സ്പോഞ്ച് ഉണ്ടല്ലോ, ഇത് ഞാൻ പറയാമെന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. ഓക്കെ, ഇത് നമ്മൾ ഇടുമ്പോൾ ഒന്ന് നനച്ചിട്ടിടണം കേട്ടോ, അപ്പോൾ നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആവും. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ നേരത്തെ തന്നെയായിരുന്നു മേക്കപ്പ് ഇല്ലാതിരുന്നെങ്കിലോ എന്ന് ഓർത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും മര്യാദയ്ക്കുള്ള ആ നേരത്തെ മുഖം മതിയായിരുന്നു എന്നല്ലേ. എനിക്കും അങ്ങനെ തോന്നുന്നു. ഓക്കെ, ഞാൻ ഇങ്ങനെയാട്ടോ ഇത് എടുക്കുന്നത്. ഇത് ചുമ്മാ ഇങ്ങനെ സ്ക്വീസ് ചെയ്താൽ മതി, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ദേഹത്തോട്ട് തെറിക്കും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് എൻ്റെ ദേഹത്തോട്ട് ഈ ഫൗണ്ടേഷൻ തെറിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഞാൻ അത്യാവശ്യം നല്ല മേക്കപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ശരിക്കും പക്ഷേ പറഞ്ഞാൽ ഇത്രയും മേക്കപ്പ് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടാറില്ല. ശരിക്കും ഈ മേക്കപ്പ് പണ്ട് തൊട്ടേ ഉണ്ട് കേട്ടോ. ഒരുപാട് എനിക്ക് തോന്നുന്നു BC കാലഘട്ടത്തിൽ
തൊട്ട് ഈ മേക്കപ്പ് ഉണ്ട്. അപ്പം അന്നൊക്കെ ആളുകൾക്ക് എന്താ നമ്മളിപ്പോൾ ഈ യൂസ് ചെയ്യുന്ന പോലത്തെ ഫൗണ്ടേഷനൊന്നും അല്ലായിരുന്നു. അവർ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഏതെങ്കിലും ബെറീസിൽ നിന്നൊക്കെ, ഫ്രൂട്ട് ബെറീസിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവർ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ പോലത്തെ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കൊന്നും അവർക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് ഇവോൾവ് ചെയ്ത് ഇങ്ങനെ ആയി മാറിയത്. അത് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചാണ്, ഈ പണ്ട് കാലത്ത് ഈജിപ്ഷ്യൻസൊക്കെ ഇവർ ഐലൈനറല്ല, കാജലിന് പകരം യൂസ് ചെയ്തത് ഈ നമ്മൾ കത്തിക്കുന്ന വുഡ് കത്തിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അറ്റം ഭയങ്കര ബ്ലാക്ക് ആയിട്ടിരിക്കുമല്ലോ. അപ്പം അതിൽ നിന്ന് ഉള്ള ആ ബ്ലാക്ക് എടുത്തിട്ടാണ് ഇവർ കാജലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ ചില മിനറൽസിൻ്റെയൊക്കെ പൗഡർ ഐ ഷാഡോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ശരിക്കും ഈ മേക്കപ്പിൻ്റെ ഒരു ഹിസ്റ്ററി ഒരുപാട് വർഷങ്ങൾക്ക്, അതായത് BC ആ ടൈം തൊട്ടേ ഈ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, ശരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര മടിയല്ല, ഐ എം ഷൈ. ഞാൻ ഇങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ശരിക്കും ഞാൻ എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊന്നും മേക്കപ്പ് യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ഡിഗ്രി ഫൈനൽ ഇയർ ആ സമയമൊക്കെ ആയപ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്, ഈ ഡാർക്ക് സ്പോട്ടൊക്കെ പോകാൻ വേണ്ടി. അതിന് മുന്നേ എനിക്ക് ഇതിലോട്ടൊന്നും താല്പര്യമില്ലായിരുന്നു. ഞാൻ കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ വെച്ചായിരുന്നു ഈ ഡാർക്ക് സ്പോട്ട് അല്ലെ പിമ്പിൾസൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ കാണുകയുള്ളായിരുന്നു. അപ്പോൾ ഓറഞ്ചിൻ്റെ പൊടി, അതായത് ഓറഞ്ച് നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ തൊലി എടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കുക, എന്നിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് പാല് ചേർത്തിട്ട് മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗുണമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു +1 ആ സമയത്താണല്ലോ എനിക്ക് ഇങ്ങനെ മുഖത്ത് പാടുകളൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് ഞാൻ അതുപോലെ ഒരാഴ്ച ചെയ്തു. ഭയങ്കര എഫക്റ്റീവായിരുന്നു കേട്ടോ. ഞാൻ തന്നെ പേടിച്ചു പോയി. ഇത് ഇത്ര പെട്ടെന്ന് ഒരു മിറാക്കിൾ പൗഡർ പോലെയൊക്കെ തോന്നി. പിന്നെ ഞാനത് കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തു. എനിക്ക് ഭയങ്കര എക്സൈറ്റഡായി. അപ്പോൾ കുറേ പേർക്ക് ഞാനത് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കത്ര എഫക്റ്റീവ് ആയില്ലായിരുന്നു. ഈ പൗഡറും നല്ല കേട്ടോ, ഈ ഡാർക്ക് സ്പോട്ടൊക്കെ മറയ്ക്കാൻ നല്ലതാണ്. ശരിക്കും പുട്ടി അടിച്ച പോലെ ഉണ്ട്. ഓക്കെ, ഞാൻ മേക്കപ്പ് കളയുന്ന പോലെ ഉണ്ടല്ലേ. ഓക്കെ, ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷെ പുരികം ചുമ്മാ ഒന്ന് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അടുത്തത് നമുക്കൊരു ഐലൈനർ വരയ്ക്കാം. ഓക്കെ, ഐലൈനർ ഇട്ടു. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. അപ്പോൾ കുറച്ചെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഫേസിലോട്ട് എത്തും. ഓക്കെ,
ഇത് ഇപ്പോൾ ഞാനിട്ടത് ലിപ് ലൈനറാണ്. ഇനി ഇതിടാം. ഞാൻ ഒരു സംഭവം ഇടാൻ മറന്നുപോയി. ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ഒരു ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് ഇടാറ്. പക്ഷെ ഇത്തവണ മറന്നുപോയി കേട്ടോ. ലാസ്റ്റ്ലി നമുക്കൊരു കാജളും കൂടി ഇടാം. എന്തായാലും ഇത്രയൊക്കെ ചെയ്തല്ലോ, അപ്പോൾ പിന്നെ ഒരു പൊട്ടും കൂടി ഇടുന്നതിന് എന്താണ് പ്രശ്നം? പൊട്ട് തൊട്ട പൗർണമി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനപ്പോൾ ഇതാ അടുത്ത് വന്ന് നിൽക്കാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ആക്ച്വൽ ഫേസ് ആയിരിക്കും നല്ലത്. കാരണം എനിക്ക് ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നില്ല എങ്ങനെയാണ് എൻ്റെ ഫേസ് ഇരിക്കുന്നത്. ഞാൻ ബാക്ക് ക്യാമറയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിനി ഈ വീഡിയോ എടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ണാടിയിൽ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ ശരിക്കും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മേക്കപ്പ് ഇടാറ്. വളരെ ഇതിലും ലൈറ്റായിട്ടാണ് ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ സംഭവമൊക്കെ ഇട്ടപ്പോൾ നോക്കട്ടെ, കുഴപ്പമില്ല. ബ്ലാക്ക് സ്പോട്ടൊക്കെ ഇച്ചിരിയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ ഫേസ് കാണുമ്പോൾ മറ്റേ ഫ്ലോലെസ് സ്കിന്നൊന്നുമല്ല ഈ മേക്കപ്പ് ഇട്ടപ്പോൾ അങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ചിലവരൊക്കെ മേക്കപ്പ് ഇടുമ്പോൾ ഭയങ്കര ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ വേറെ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്താണ് അങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. അവർക്ക് നന്നായിട്ട് മേക്കപ്പ് ഇടാൻ അറിയാം. അതുകൊണ്ട് എനിക്കിപ്പോൾ ജസ്റ്റ് മുഖത്തെ ഒന്ന് ഇച്ചിരി ബ്രൈറ്റ് ആക്കാൻ അത്രേ എനിക്കറിയൂ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒന്ന് മുഖം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ കണ്ണെഴുതാൻ അറിയാം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. കാരണം ഞാൻ കുറേ നേരമായി സ്ട്രഗിൾ ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് പ്രോബ്ലം കാണിച്ചിട്ട് വീഡിയോ അങ്ങനെ തന്നെ കട്ടായി പോവാണ്. അപ്പം ഞാൻ ഇപ്പോൾ പല തവണയായിട്ട് ഇതുപോലെ കണ്ടിന്യൂറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോയേനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? പക്ഷേ ഞാൻ പറയുന്നു, ഇതാരും അനുകരിക്കരുത്. ഇത് ഞാൻ മാത്രം എനിക്കറിയാവുന്ന ഒരു രീതിയിലുള്ള മേക്കപ്പാണ്. ഇപ്പോൾ നമ്മുടെ നോസൊക്കെ ഡിഫൈൻഡ് നോസൊക്കെ ആക്കാൻ വേണ്ടി കോൺടോറാണോ എന്തോ അതിനും നമ്മളിവിടെ മേക്കപ്പൊക്കെ ഇടുമല്ലോ. അതുപോലെ വേറെ എന്തൊക്കെയോ ഈ കണ്ണിൻ്റെ അടിയിലിടും, പിന്നെ ഇവിടെ നമ്മുടെ ചീക്സിൻ്റെ ഇവിടെ ഇടും, പിന്നെ ബ്ലഷ് ഇടും. അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊന്നും ഇടാറില്ല. പക്ഷേ ഇതാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല, ആ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് കാണാട്ടോ എൻ്റെ മുഖത്ത് നല്ല പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാം എടുത്തപ്പോൾ എനിക്ക് തന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ. ഓക്കെ, കണ്ടോ, നല്ല പിമ്പിൾസ് ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും പോയിട്ടില്ല, ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം ഇങ്ങനെ ഇട്ടപ്പോൾ മുഖത്തെ ഡാർക്ക് സ്പോട്ടൊക്കെ അത്ര വിസിബിൾ അല്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഇടാനൊരു മടിയാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ. എന്തോ ഭയങ്കര ഓവർ മേക്കപ്പ് ഇട്ട പോലെയൊക്കെ തോന്നി. നേരിട്ട് നോക്കുമ്പോൾ ഇച്ചിരി ഓവറാണ്, പക്ഷേ ക്യാമറയിൽ അത്ര തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പക്ഷേ ഒരു മേക്കപ്പ് വീഡിയോ അല്ല കേട്ടോ, വേറെ ഏതെങ്കിലും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.